ഈ ഇന്ത്യയിലും കേരളത്തിലൊക്കെ നടക്കുന്ന എല്ലാ ആന്റി ബി ജെ പി മൊമെന്റുകളും ഞങ്ങൾ ഒറ്റക്കൊണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കൊണ്ടിരിക്കുന്ന കമ്മികളുടെ ശ്രീജിത്ത് പണിക്കരും ഡിവൈഎഫ്ഐയും എസ് എഫ് ഐ ഒക്കെ ചേർന്നിട്ടാണ് ഈ സമരം വിജയിപ്പിച്ചതെന്നും രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഒന്നും ചെയ്തില്ല എന്നും ലോക്കൽ കമ്മികൾ മുതൽ ദേശീയ കമ്മികൾ വരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയ് 12 ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്നിട്ട് നീറ്റ് എക്സാം റദ്ദാക്കി. മെയ് 16 യൂത്ത് കോൺഗ്രസും NSUവും ചേർന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിലെ കമ്മികൾ തോറ്റത് ഞങ്ങളല്ല ജനങ്ങളാണ് എന്നും പറഞ്ഞ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മനം നൊന്ത് ക്യാപ്സൂൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചാത്തുറുങ്കി കൂച്ച് എന്ന ക്യാമ്പയിൻ രാജ്യവ്യാപകമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് KSRTCയിലെ സൗജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിക്കെതിരെ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിലെ കമ്മികൾ. സോനം വാങ്ചുവിന്റെ നിരാഹാര സത്യാഗ്രഹവും CJPയും ഇന്ത്യയിലെ മറ്റ് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഈ സമരത്തിൽ നിർണായക പങ്ക് വഹിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ വിദ്യാർത്ഥികളെ കേട്ട് അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, രാജ്യവ്യാപക ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതൊന്നും കാണുകയോ കേൾക്കുകയോ ചെയ്യാതെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒന്നും ചെയ്തില്ല. ചെയ്ത് മൊത്തം ഡിവൈഎഫ്ഐയും റഹീം ഇക്കയും ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്മികളുടെ തൊലിക്കെട്ടി